ഇന്ന് ഞങ്ങൾ പോകുന്നത് പാലക്കാട്ടേക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പാലക്കാട് മലമ്പുഴയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇക്ക നാട്ടിലുണ്ടാകുമ്പോഴേ നമുക്ക് ലോങ്ങൊക്കെ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ കുട്ടികളെയും കൊണ്ട് അടുത്ത് കൂടെയൊക്കെ ഞാൻ പോകാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടെ ഞാൻ അങ്ങനെ യാത്ര പോകാറുണ്ട്. അപ്പം ഞങ്ങളിതാ യാത്ര പാലക്കാട് മലമ്പുഴയിലോട്ട് വണ്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ ചിപ്സും മിഠായി വെള്ളം ഇതൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ച് ഞങ്ങളിങ്ങനെ കഴിച്ച് പോവാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കഴിക്കുന്നതാണ്, കടയിൽ കയറി കഴിക്കുന്നതിനെക്കാട്ടിലും കേട്ടോ. പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളുടെ മുകളിലോട്ടൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് കേട്ടോ ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയത്. ടിക്കറ്റ് ഉണ്ട് ഡാമിൻ്റെ മുകളിലോട്ട് പോകാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ കോലം. പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷമായിട്ട് എന്തായാലും ഓപ്പണിങ് ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഞങ്ങളത് അതിൻ്റെ മുകളിലൂടെ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം അതിനെ നടക്കുകയോ ചെയ്ത് ഞങ്ങൾ പിന്നെ നേരെ ഇങ്ങോട്ട് ചാടിയിട്ടുണ്ടാകും കേട്ടോ. ഇവിടെ ചെറിയൊരു വീടുണ്ട്, അതിന് 4 ഭാഗം ചെടികളും പൂക്കളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ പുറത്തോട്ട് ചാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ചോളകം മിഠായി വെള്ളം ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ദിൻമോൾക്ക് കണ്ണട വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളൊരു കണ്ണട ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കണ്ണട എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നാട്ടിലോട്ട് വണ്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ പോണ വഴിയിൽ മിച്ചുമോൾക്ക് ഇത് അങ്ങനെ ഉറക്കൊക്കെ വന്നിങ്ങനെ തൂങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളത് ഉറങ്ങാനുള്ള സെറ്റപ്പിൽ അവളിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോണ വഴിയിലൊന്നും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നമ്മുടെ മണ്ണാർക്കാട് എത്തിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ലോട്ടർ ഫ്രൈസ് കഴിച്ചത്. എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ ലോട്ടർ ഫ്രൈസ്. ഞാൻ എപ്പോഴും അധികം കഴിക്കാറ് അങ്ങനെയാണ്. അവിടെ ചെന്നപ്പോൾ എൻ്റെ സിസ്റ്റർ മോനുണ്ടായിരുന്നു, അവനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബ്രോസ്റ്റും ലോട്ടർ ഫ്രൈസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം.